പുതിയൊരു വീഡിയോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 12 വോൾട്ട് ലിഥിയം അയൺ ബാറ്ററി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരു ബാറ്ററി പൊട്ടിക്കുന്ന കാണിച്ചിരുന്നു. അപ്പോൾ അതേ ബാറ്ററി വെച്ചിട്ട് നമുക്ക് ആ ബാറ്ററി കേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലിഥിയം ബാറ്ററി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്യുന്നത് ലാപ്ടോപ്പ് ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടുക. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി യൂസ് ചെയ്താണ് നമ്മൾ ബാറ്ററി ഉണ്ടാക്കുന്നത്. 3 ലാപ്ടോപ്പ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ വർക്കിംഗ് അല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ബാറ്ററി ചയിച്ചെടുത്തതാണ്. കണ്ടില്ലേ, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ബാറ്ററിയാണ്. കണ്ടില്ല, ഇതൊക്കെ പോയതാണ്. ഇത് 1 2 ഒക്കെയാണ് ബാക്കിയുള്ളത്. ഇതിൻ്റെ അടിയിലും ബാറ്ററി ഉണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കഴിച്ചെടുക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാറ്ററി. ഇത് ക്ലിപ്പ് ഉണ്ട്. ഈ ക്ലിപ്പ് കൊണ്ടോട്ട് നമുക്ക് നീക്കി കഴിഞ്ഞാൽ ബാറ്ററി ഊരാൻ കിട്ടും. ജസ്റ്റ് നമുക്കത് ഊരിയെടുക്കാം. അപ്പോൾ അത് ഊരിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബാറ്ററി. ജസ്റ്റ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ലിഥിയം അയണാണ് ബാറ്ററി. കണ്ടില്ലേ, അപ്പോൾ ഈ ബാറ്ററി യൂസ് ചെയ്താണ് നമ്മൾ ബാറ്ററി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ഇവിടെ കഴിച്ച എല്ലാ ബാറ്ററി യൂസ് ചെയ്താണ് ബാറ്ററി ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടില്ലേ, അപ്പോൾ ജസ്റ്റ് ഇത് മറ്റേ ഈ ഒരു ബാറ്ററി കേസാണ്. കണ്ടില്ലേ, ഇത് പൊളിച്ചെടുത്തതാണ്. അതുപോലെ നമുക്ക് ജസ്റ്റ് ഇതൊന്നും പൊളിച്ചെടുക്കാം. ഈ ഒരു ബാറ്ററി എത്ര വോൾട്ടാണെന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ വോൾട്ട് ഇത് വരുന്ന 11.1 വോൾട്ടിൻ്റെ ബാറ്ററിയാണിത്. അപ്പോൾ ആ ബാറ്ററി നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 6 ബാറ്ററിയാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ബാറ്ററിയാണിത്. അപ്പോൾ ഒന്നിൻ്റെ അകത്ത് 6 സെല്ലാണ് ഉണ്ടാകുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാം വർക്കിംഗ് ആണോ അറിയിട്ടില്ല. ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി എല്ലാം ഊരി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം കുറേ ബാറ്ററി നമുക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ BMS മൊഡ്യൂളാണ്, നമുക്ക് ആവശ്യമില്ല. അപ്പോൾ കണ്ടില്ലേ ബാറ്ററി, ഇതൊക്കെ വർക്കിംഗ് ആണോ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇത്ര അധികം ബാറ്ററിയിൽ നിന്ന് ഈ ഒരു ബാറ്ററി മാത്രമേ പോയിട്ടുള്ളൂ. കണ്ടില്ലേ, ഇത് വർക്കിംഗ് അല്ല. അപ്പോൾ നമുക്ക് ഇത്ര ബാറ്ററി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അത്യാവശ്യം എല്ലാം വർക്കും കാര്യങ്ങളൊക്കെയാണ്, കംപ്ലൈൻറ്റൊന്നും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ചാണ് നമ്മളെ 12 വോൾട്ട് ബാറ്ററി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ബാറ്ററിയൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ഒരു ബാറ്ററി മുറിക്കുന്ന വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കേസിലാണ് നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്യുന്നത്. ഇതിനുള്ളിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ നേരത്തെ പൊട്ടിച്ചിരുന്നൊരു ബാറ്ററി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അതിങ്ങനെ ഇതുപോലെയാണുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഭാഗം പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ആ ടൈപ്പാണ് വരുന്നത്. അതുപോലത്തെ 2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അതെല്ലാം കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 3S ബാറ്ററി ബാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് 3 സെല്ല് വരുന്ന ടൈപ്പാണ്. ഇതുമാതിരി 3 സെല്ല് വരുന്ന ടൈപ്പാണ്. ടോട്ടൽ 21 ബാറ്ററിയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതുമാതിരിയാണ്. ജസ്റ്റ് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം ബാറ്ററി. അതായത് കണ്ടില്ലേ, ഇതേമാതിരി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, അതുപോലെ തന്നെ അതിൻ്റെ അടിയിലും ഒരേ ലെവലിൽ വരണം. കണ്ടില്ലേ, ഇതുപോലെ വെച്ച് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഒന്ന് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കെല്ലാം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ,
ഏകദേശം 6 ബാറ്ററിയാണ് 7 ബാറ്ററിയാണ് നമുക്ക് കിട്ടിയില്ലേ. 7 സെറ്റാണ് വരുന്നത്, കണ്ടില്ലേ. ഇനി ഇതൊക്കെ നമുക്ക് ഓരോന്നേ എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് പോവാം. കണ്ടില്ലേ, ഇതേമാതിരി വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതേപോലത്തെ നമുക്കൊരു വലിയൊരു സെറ്റാക്കി എടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ആക്കിയെടുത്ത ജസ്റ്റ് നമുക്ക് ഇതിലൊന്ന് സോൾഡർ ചെയ്യണം. അപ്പോൾ സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് പണിയുണ്ട് സോൾഡർ ചെയ്യാൻ. ജസ്റ്റ് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു സെറ്റ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അടുത്ത രണ്ടാമത്തെ സെറ്റ് കണ്ടില്ലേ, പിന്നെ മൂന്നാമത്തെ സെറ്റ്. ഇനി ഇത് മൂന്നും കൂടി നമുക്ക് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം, അതായത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സെറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഏകദേശം 21 ബാറ്ററിയോളം ഇതുണ്ട്, കണ്ടില്ലേ. ഈ സൈഡ് ഫുൾ നടുക്ക് നെഗറ്റീവും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നടുക്ക് പോസിറ്റീവും വരുന്ന ടൈപ്പിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കേസിലേക്കാണ് ഇത് വെക്കാൻ പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാൽ ശരിയാകത്തില്ല, നമുക്കിത് സോൾഡർ ചെയ്യണം. മാത്രമല്ല BMS മൊഡ്യൂൾ നമുക്ക് ഈ ബാറ്ററി സെറ്റ് ചെയ്യണം. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സോൾഡറിങ് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഇതിലെല്ലായിടത്തും കുറച്ച് നമ്മൾ ലെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം, കണ്ടില്ലേ. അപ്പോൾ ഏകദേശം എല്ലാറ്റിലും ലെഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ലൈറ്റിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കിത് സോൾഡർ ആവത്തില്ല, അതായത് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്യാൻ പോവുകയാണ്. അതായത് സെൻറ്റർ കാണുന്ന ഭാഗം പോസിറ്റീവും 2 സൈഡിൽ കാണുന്ന ഭാഗം നെഗറ്റീവാണ്. നമുക്ക് ഇപ്പോൾ ഞാൻ സോൾഡർ ചെയ്യുന്ന ഈ നെഗറ്റീവ് നമുക്ക് ഫുള്ളായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇതേമാതിരി ചെറിയൊരു കട്ട് വയർ ഉപയോഗിക്കുക, എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഉണ്ടല്ലേ, ഇതേമാതിരി നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു നെഗറ്റീവ് സൈഡ് നമ്മൾ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല അടിപൊളിയായി ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇളകാൻ പാടില്ല, നമുക്ക് ഷോർട്ടാകാൻ ഒന്നും പാടില്ല. അടുത്തത് നമ്മൾ ഈ ഒരു നെഗറ്റീവിൽ നിന്ന് അതിൽ ഈ സെൻറ്ററിൽ കാണുന്ന പോസിറ്റീവിലേക്ക് നമുക്ക് ഒരു വയറ് ജോയിൻ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗവും അങ്ങനെ ഫുള്ളായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ സെൻറ്ററിൽ കാണുന്ന പോസിറ്റീവാണ്, 2 സൈഡിൽ കാണുന്ന നെഗറ്റീവ് ഭാഗമാണ്, കണ്ടില്ലേ. അത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് നമ്മൾ ലൈറ്റിനൊരു വയർ സോൾഡർ ചെയ്ത് കൊടുത്തതാണ്. ഇനി ഈ ഒരു സൈഡ് നമുക്ക് സോൾഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇതൊക്കെ പോസിറ്റീവും സെൻറ്റർ നെഗറ്റീവാണ്. അത് 2 സൈഡ് പോസിറ്റീവും നടുവിലത്തെ ഭാഗം നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് ഈ പോസിറ്റീവ് ഫുള്ളായിട്ടൊന്ന് ഷോർട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ പോസിറ്റീവിൽ നിന്ന് സെൻറ്ററിൽ നെഗറ്റീവിലേക്ക് ഒരു വയർ സോൾഡർ ചെയ്തെടുക്കുക. ഇവിടുന്ന് നമ്മൾ നടുക്കത്ത് നെഗറ്റീവിലേക്ക് ഒരു വയർ സോൾഡർ ചെയ്തെടുക്കുക.
ആ ഒരു ഭാഗം നമ്മൾ കുറച്ച് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേമാതിരിയാണ്. ഇപ്പോൾ ഞാൻ സോൾഡർ ചെയ്യുന്ന പോസിറ്റീവാണ്. ആ പോസിറ്റീവ് ഫുള്ള് നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. ശേഷം ആ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇതേമാതിരി ഒരു വയർ സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതേമാതിരി സോൾഡർ ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഇത് വെളിയിൽ പോകാൻ ശ്രദ്ധിക്കണം. കണ്ടില്ലേ? അടുത്ത് നമ്മൾ ഈ ഒരു സൈഡിൽ കാണുന്ന നെഗറ്റീവ് ടെർമിനൽ കാണാൻ പറ്റും. ആ നെഗറ്റീവ് ഫുള്ളായി നമ്മളൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഇതേമാതിരി ഷോർട്ട് ചെയ്ത് പോവുക. അതും ഷോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അതും ഷോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ കാണുന്ന പോസിറ്റീവ് ഇതേമാതിരി ഷോർട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ? ഇതേമാതിരി ഷോർട്ട് ചെയ്ത് അങ്ങനെ പോവുക. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഞാനൊരു മൾട്ടിമീറ്റർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓൺ ചെയ്യുക. അതിനുശേഷം നമുക്കിതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് കാണിക്കും. ഏകദേശം 11 സംതിങ് ആണ് വരുന്നത്. കണ്ടില്ലേ? 11.39 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ BMS മൊഡ്യൂള്. ഇത് നമ്മുടെ ബാറ്ററിയെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അത് ചാർജിങ്ങിൻ്റെയും ഡിസ്ചാർജിങ്ങിനും സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇതിൻ്റെ കണക്ഷൻ നോക്കാം. അപ്പോൾ നമ്മളെ BMSൽ നമ്മൾ വയർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്ക് ആ വയർ നേരെ ബാറ്ററിയിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാറ്ററിയിലേക്ക് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേമാതിരിയാണ് നമ്മളെ ബാറ്ററിയിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെ ഈ BMS മൊഡ്യൂളിൻ്റെ ഈ ഒരു രണ്ട് ഭാഗത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അവിടെ മൾട്ടിമീറ്റർ വെച്ച് അതിൻ്റെ വോൾട്ട് കാണിക്കും. കൊള്ളുന്നില്ല അവിടെ ടച്ച് ആണ്ട് മൾട്ടിമീറ്റർ ടച്ച് ആയതുകൊണ്ടാണ്. ജസ്റ്റ് വയർ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വേണ്ടല്ലേ? 11.3 സംതിങ് വോൾട്ടാണ് കാണിക്കുന്നത്. കണ്ടില്ലേ? 11 സംതിങ് വോൾട്ടേജ്. നമ്മൾ പഴയ കട്ട് ചെയ്ത ബാറ്ററി ആ ഒരു മുകൾ ഭാഗം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് സോൾഡർ ചെയ്യാനാണ്. ഇതുപോലത്തെ ചെറിയൊരു കത്തി ഉപയോഗിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് ചിരണ്ടി കൊടുക്കുക. എന്നാലും നമ്മുടെ സോൾഡർ കറക്റ്റ് ഇതിലേക്ക് പറ്റി പിടിക്കും. അതിനുശേഷം നമുക്ക് വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് വയർ സോൾഡർ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് ലെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇതാണ് നമ്മളെ പോസിറ്റീവ്. ഫസ്റ്റ് നമ്മൾ പോസിറ്റീവിന് നമ്മൾ റെഡ് വയർ കണക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലത്തെ റെഡ് വയർ എടുത്ത് നമുക്ക് അവിടെ സോൾഡർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നെഗറ്റീവിന് ഒരു ബ്ലാക്ക് വയറും സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, BMS മൊഡ്യൂൾ നമ്മൾ ഇവിടെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം ഒരുവിധം സെറ്റായി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നമ്മളെ ബാറ്ററി ഇതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. അതായത് ഔട്ട്പുട്ട് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക, BMSലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. നമ്മളെ BMSൻ്റെ വരുന്ന പോസിറ്റീവിൻ്റെ ഇതാണ്. മറ്റേ നമ്മൾ BMSൻ്റെ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇതേ പോസിറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇത് അടച്ചെടുക്കാം. ബാറ്ററി കേസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് വെച്ചിട്ടുണ്ട്, കാരണം ഇത് ഇളകാക്കാനാണ്. നെക്സ്റ്റ് നമുക്ക് ഇതേമാതിരി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം, ടൈറ്റാക്കി വെക്കാം. അല്ലേ, ഇതേമാതിരി ഇറക്കി വെക്കാം. നെക്സ്റ്റ് നമുക്ക് പ്രസ് കിക്ക് ഉപയോഗിച്ച് ഇത് ഒട്ടിച്ചെടുക്കാം. കണ്ടില്ലേ, നെക്സ്റ്റ് നമുക്ക് ഇതേമാതിരി അടച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ പ്രസ് കിക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, നമ്മൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാറ്ററി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? കണ്ടില്ലേ, അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ബാറ്ററിക്ക് ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ.